പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, കുറച്ചല്ല കേട്ടോ, കുറേയേറെ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ വിചാരിച്ചിരുന്നത് പിസ്സയൊക്കെ റെസ്റ്റോറൻറ്റിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ എന്നാണ്. പിന്നെ കുറച്ച് വർഷം മുന്നേ എനിക്ക് മനസ്സിലായി നമുക്ക് എന്തും വീട്ടിലുണ്ടാക്കാമെന്ന്. പക്ഷേ അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പിസ്സ ഭയങ്കര പാടാണ് ഉണ്ടാക്കാനെന്ന്. കുറച്ച് മാസങ്ങൾ മുന്നെയാണ് ഞാൻ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. പിസ്സ വെരി സില്ലി, അതിലും പാടാണ് സാമ്പാർ ഉണ്ടാക്കാൻ. വെള്ളിയാഴ്ച ആയാൽ ഇവിടെ പിള്ളേർ അപ്പയുടെ പുറകെ കൂടും. അടുത്തൊരു പിസ്സ ഷോപ്പുണ്ട്, അവിടെ നിന്ന് പിസ്സ മേടിക്കാൻ. മേടിക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ഈ കൂട്ടത്തിൽ നമ്മളും എന്തെങ്കിലുമൊക്കെ മേടിക്കുമല്ലോ. അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കാൻ 4 വർഷത്തെ ഡിഗ്രി ഒന്നും വേണ്ട. അപ്പോഴാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചത് പിസ്സ ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കാൻ പഠിക്കണമെന്ന്. കുറേയേറെ റെസിപ്പീസ് നോക്കി കേട്ടോ. എൻ്റെ ഒരു സ്വഭാവം വെച്ച് എനിക്ക് ഈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം. പിസ്സ 3 ദിവസം എടുത്ത് ഉണ്ടാക്കുന്നതും ഉണ്ട്, 20 മിനിറ്റിൽ ഉണ്ടാക്കുന്ന റെസിപ്പീസും ഉണ്ട്. കൂടുതലൊന്നും ആലോചിക്കേണ്ട വന്നില്ല, 20 മിനിറ്റിൽ ഉണ്ടാക്കുന്നത് തന്നെ ഞാൻ ചൂസ് ചെയ്തു. ഈ പിസ്സ ഉണ്ടാക്കാൻ പഠിച്ച പിന്നെ പിള്ളേർ ഫ്രൈഡേ ആയാൽ അപ്പയുടെ പുറകെ പിസ്സ വേണം എന്ന് ചോദിക്കുന്ന പരിപാടി നിർത്തി. അമ്മയുടെ പിസ്സ മതിയെന്നായി. അതുതന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യവും. ഒരു പിസ്സ ഉണ്ടാക്കിയാൽ അന്ന് സപ്പറിനുള്ളതുമാകും, നെക്സ്റ്റ് ഡേ ലഞ്ചിനുള്ളതുമായി. ഫുൾ ലാഭക്കച്ചവടം തന്നെ. കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ ഗ്രേറ്റഡ് ചീസും പ്രീമെയ്ഡ് പിസ്സ സോസും അങ്ങ് മേടിക്കും. ബട്ട് സമയം ഉണ്ടെങ്കിൽ ഞാൻ സോസ് ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കും കേട്ടോ. ബിക്കോസ് അത് ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ സ്റ്റോർ ബോട്ട് പിസ്സ സോസിനെക്കാട്ടിലും. അപ്പോൾ ഇതാണ് എൻ്റെ $1 മില്യൺ പിസ്സ.